നമസ്കാരം. പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ കാലിൻ്റെ ആരോഗ്യവും കാലിലേക്കുള്ള രക്തയോട്ടമൊക്കെ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാലിനൊരു ശക്തിയില്ലായ്മ തോന്നുകയും അതിൻ്റെ മസിലൊക്കെ തന്നെ വീക്കാവുന്നതും കാലിനുള്ള വേദനയോ തരിപ്പ് മരവിപ്പ് കാലിലുണ്ടാവുന്ന കോച്ചിപ്പിടുത്തം ഈ പ്രശ്നങ്ങളൊക്കെ അലട്ടുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ കാലിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടോ, ഈ രക്തപ്രവാഹം കൂട്ടേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയം വരാം. തീർച്ചയായിട്ടും വേണം. ഓക്സിജനും പോഷകങ്ങളും രക്തത്തിലൂടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ സഹായിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. എന്നാൽ ഹൃദയത്തെ സഹായിക്കാൻ രണ്ടാമതൊരു ഹാർട്ട് കൂടെ നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മുടെ കാഫ് മസിലാണ്. അതുകൊണ്ട് തന്നെ കാലുകളെ വളരെയധികം സംരക്ഷിക്കേണ്ടതും കാലിൻ്റെ ആ കാഫ് മസിലിൻ്റെ ബലം വർദ്ധിപ്പിക്കേണ്ടതൊക്കെ വളരെ അത്യാവശ്യവുമാണ്. സിരകളിലെ ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള രക്തം സ്വീകരിച്ച് ഓക്സിജൻ വിതരണത്തിനായിട്ട് ശരീരത്തിലുടനീളം ശുദ്ധമായ രക്തം പമ്പ് ചെയ്യുകയാണ് നമ്മുടെ ഹൃദയം ചെയ്യുന്നത്. അതുപോലെ തന്നെ കാലുകളിൽ നിന്ന് സിരകളിൽ നിന്നൊക്കെ രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കാൽവണ്ണയിലെ പേശികൾക്ക് ഈ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘനേരം നമ്മൾ വിമാനയാത്രയിലോ ഡ്രൈവിങ്ങിലോ ഒക്കെ തന്നെ ഇരുന്നാൽ കാൽവണ്ണയിലെ പേശി അനക്കാതെ വെക്കുന്നത് ക്ലോട്ട് ഉണ്ടാകുന്നതിനൊക്കെ കാരണമാണ്. ഇതാണ് കാലുകളിലെ ഡീപ്പ് വെയിൻ ത്രോംബോസിസിൻ്റെയൊക്കെ കാരണം. കാൽവണ്ണയിലെ പേശികൾ ഒരു വെയിൻ പമ്പായി പ്രവർത്തിക്കുന്നു. ഇത് ചുരുങ്ങുകയും റിലാക്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഇത് രക്തത്തെ മുകളിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഈ സംവിധാനം സിരകളിലെ വൺ വേ വാൽവുകളുടെ പ്രവർത്തനത്തെയൊക്കെ പിന്തുണയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട രക്തചംക്രമണം, മികച്ച ഉറക്കം, ലിംഫാറ്റിക് ഡ്രൈനേജ് കൂടാതെ മറ്റ് ആരോഗ്യമായിട്ടുള്ള ഒരുപാടേറെ ഗുണങ്ങളും തരുന്നുണ്ട്. നമുക്കറിയാം, രക്തക്കുറവ് അല്ലെങ്കിൽ രക്തചംക്രമണം കുറയുന്നത് മൂലം തന്നെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ എത്തുന്ന അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വൈറ്റൽ ഓർഗൻസിൻ്റെയും ഒക്കെ പ്രവർത്തനം താറുമാറിലാവും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയൊക്കെ മാറ്റാനും അല്ലെങ്കിൽ നേരാവണ്ണം പ്രവർത്തിക്കാനും സഹായിക്കുന്നതിലൊന്നാണ് ഈ കാഫ് മസിൽ. അപ്പം കാലിൻ്റെ ഈ മസിൽ തന്നെ ഒന്ന് ആക്റ്റീവാക്കി വെക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ രക്തചംക്രമണം കൂട്ടുന്ന രീതിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രിങ്ക് പരിചയപ്പെടാം. അതിന് കൂടെ തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും ദിവസവും ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ ശീലിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള 3 എക്സസൈസുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയുള്ള രീതിയിൽ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. കാഫ് മസിലുകളുടെ പ്രവർത്തനത്തിനായിട്ട് ദിവസവും നമ്മൾ വ്യായാമം ചെയ്യണം. ഇതിലൂടെ മസിൽ ചുരുങ്ങുകയും നിവരുകയും പമ്പിങ് ശരിയായിട്ട് നടക്കുകയും ചെയ്യും. രാവിലെ നടക്കാൻ പോകുന്നത്, സ്റ്റെപ്പുകൾ കയറി ഇറങ്ങുന്നത്, ഉയരമുള്ള സ്ഥലത്ത് നിന്ന് കാൽപാദത്തിൻ്റെ മുൻവശം നിലത്തുറപ്പിച്ച് ഉപ്പൂറ്റി ഉയർത്തുന്നത്, താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത് രക്തത്തിൻ്റെ പമ്പിങ് കൃത്യമായിട്ട് നടക്കാൻ സഹായിക്കും. ഇതിൽ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ വിരലുകളിൽ ശക്തി കൊടുത്തിട്ട് നമുക്ക് പതുക്കെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുകയാണ്. കാലിൻ്റെ ബാക്ക്, മടമ്പ് വശം എന്നൊക്കെ പറയില്ലേ, ആ ഭാഗം നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്റ്റെപ്പിൽ നിൽക്കുമ്പോൾ പകുതി ഭാഗം പുറത്തോട്ടും പകുതി ഭാഗം സ്റ്റെപ്പിൻ്റെ മറ്റേ സൈഡിലേക്കുമാണ് വയ്ക്കുന്നത്. അപ്പം വീഴാനുള്ള സാധ്യതയുണ്ട്. എവിടെയെങ്കിലും പിടിച്ചിട്ട് മാത്രം ചെയ്യുക. ഇങ്ങനെ ഒന്ന് ആ മസിലിനെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. അത് രക്തയോട്ടം കൂട്ടാൻ സഹായിക്കുന്നതാണ്. കാഫ് മസിൽ നന്നായിട്ട് ദൃഢപ്പെടാൻ സഹായിക്കും. രണ്ടാമത് ചെയ്യുന്നതും ഇതുപോലെ തന്നെ നമുക്ക് നിന്നുകൊണ്ട് സപ്പോർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നത് 2 കാലുകളും ഇതുപോലെ മടമ്പ് പൊക്കി വയ്ക്കുക. ഒരു കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് താഴേക്ക് വയ്ക്കുക. ഇതുപോലെ ഒരു 20 തവണയൊക്കെ നമുക്ക് ചെയ്യാമെങ്കിലും തുടക്കത്തിൽ വളരെ കുറഞ്ഞ സമയം ചെയ്താൽ മതി. പിന്നീട് കൂട്ടി കൊണ്ടുവരാം. ഇല്ലെങ്കിൽ വളരെയധികം വേദന ഉണ്ടാവും. ഇങ്ങനെ ഇത് സെക്കൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മൂന്നാമത്തേത് ഇതേപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ ഊന്നി മടമ്പ് മുകളിലോട്ടാക്കിയിട്ട് മുന്നോട്ട് ഒരു 5-6 സ്റ്റെപ്പ് നടക്കുകയും അതേപോലെ പുറകിലോട്ട് നടക്കുകയും ചെയ്യുക. ഇങ്ങനെയും നമുക്ക് സ്ട്രെയിൻ തോന്നാത്ത രീതിയിൽ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് ദിവസം എന്നുണ്ടെങ്കിൽ കാഫ് മസിലിനെ നിങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ പറ്റും. അതിനു കൂടെ രക്തചംക്രമണം കൂട്ടാനും നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വരെ വളരെയധികം ഗുണപ്രദമാകുന്ന കാര്യമാണ് ഈ കാഫ് മസിലിനെ ദൃഢപ്പെടുത്തുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഡ്രിങ്ക് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റും. നമ്മളെ മെറ്റബോളിസത്തിനെയൊക്കെ നല്ല രീതിയിലാക്കാനും അതുപോലെ ശരീരത്തിൽ നീർക്കെട്ടോ വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാൻ, ഡൈജഷനൊക്കെ ശരിയായിട്ട് നടക്കാൻ, രക്തചംക്രമണം കൂട്ടാൻ, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല വേഗത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് പുനർനവ അല്ലെങ്കിൽ തഴുതാമയാണ്. തഴുതാമയുടെ ഒരു 5 ഇല മതി. അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഒരു 1/2 സ്പൂൺ തഴുതാമ എടുക്കാം. അതുപോലെ ഡ്രൈ ജിഞ്ചർ അല്ലെങ്കിൽ ശുണ്ഠി എന്ന് പറയും.
ഇഞ്ചി ഉണക്കി പൊടിച്ചത്, ചുക്ക് പൊടി, ഒരു 1/4 സ്പൂണേ ആവശ്യമുള്ളൂ, കാരണം അത് രൂക്ഷ ഗുണമുള്ളത് കൊണ്ട്. ഇനി ചിറ്റമൃത് ഒരു 1/2 ടീസ്പൂണ്, അത് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണ്, ഇല്ലെങ്കിൽ ഒരു ചെറിയ വിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ചിറ്റമൃത്, കാട്ടമൃതല്ല. തുളസി ഇല ഒരു 4 എണ്ണം, ജീരകം, അതായത് നല്ല ജീരകം, ക്യുമിൻ പൗഡറാണ് 1/2 ടീസ്പൂണ്, ഇളം ചൂടുള്ള വെള്ളം 1 ഗ്ലാസ്. ഇത്രയാണ് ആവശ്യമുള്ളത്. വെള്ളം 1 കപ്പ് ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. ഇത് അടച്ചു വെച്ച് തന്നെ തിളപ്പിക്കുക. അതിനുശേഷം ഇളം ചൂടോടുകൂടി ഇത് കുടിക്കാൻ ഉപയോഗിക്കാം. കിടക്കുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ വെറും വയറിലോ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇതിൽ ഇഞ്ചിയൊക്കെ ചുക്കുപൊടിയൊക്കെ ചേർത്തതുകൊണ്ട് കൂടുതൽ രൂക്ഷമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് ഇത് കുടിക്കാൻ ഉപയോഗിക്കാം. ഇതുപോലെ ചെയ്യുന്നത് നമ്മുടെ രക്തചംക്രമണം കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇതിൽ പുനർനവ അല്ലെങ്കിൽ തഴുതാമ ഉപയോഗിക്കുന്നത് ശരീരത്തിൽ നീർക്കെട്ടും വേദനയൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ രക്തചംക്രമണം കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ ചുക്കുപൊടിയാണെങ്കിൽ ബ്ലഡ് വെസലിനെ ഡയലേറ്റ് ചെയ്യാൻ, അതായത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിലും വളരെ തണുത്ത രീതിയിലൊക്കെയാണ് നമ്മുടെ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുത്തിരിക്കും പാദമൊക്കെ. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി ചിറ്റമൃതാണെങ്കിൽ ടിഷ്യൂസിൻ്റെ ഒക്കെ തന്നെ പോഷണത്തിന്, ഇപ്പോൾ നറിഷ്മെൻറ്റിനും, ഞരമ്പുകളുടെ ബലം വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും സഹായിക്കും. ജീരകവും അതുപോലെ തുളസിയിലയും ആണെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നന്നായിട്ട് സർക്കുലേഷൻ കൂട്ടുന്നതിന് കൂടെ തന്നെ നമ്മുടെ ദഹനം എളുപ്പമാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ള ചേരുവയാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്കിൽ ചേർക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ ഈ ഒരു ഡ്രിങ്ക്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 7 ദിവസമൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം കാണാൻ പറ്റും. പിന്നെ ഒന്നും തന്നെ ഏത് ഡ്രിങ്ക് ആണെങ്കിലും വർഷങ്ങളോളം നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കി മാറ്റരുത് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യൂസ്ഫുൾ ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.